രാവിലെ ഏകദേശം 3 മണിക്കൂർ മുമ്പ് നമ്മുടെ കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റിലെ പല വാക്കുകളും കൊള്ളേണ്ടടുത്ത് കൃത്യമായി കൊണ്ടിട്ടുമുണ്ട്, കൊള്ളിച്ചിട്ടുമുണ്ട്. എന്താണ് CR മഹേഷ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുണ്ടായ കാരണം? നിലപാടാണ്. ഞാൻ ആ പോസ്റ്റ് വായിക്കാം. അതൊരു നിലപാടിന്റെ ഒരു പോസ്റ്റാണ്. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ കുറച്ചെങ്കിലും ധർമ്മസങ്കടത്തിലായെങ്കിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM പോലും അടിപതറിയെങ്കിൽ ജനാധിപത്യത്തിന്റെ ഉൾക്കരുത്ത് കാണാതിരുന്നുകൂടാ. ഇത് CPM മാത്രമല്ല ബാധകം. 5000-നും 8000-നും വോട്ടുകൾക്ക് ജയിച്ച UDF മണ്ഡലങ്ങളിലും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാം. അതാണ് ചരിത്രവും കാലവും. പല്ലുകുത്തി മണപ്പിക്കുന്നതിനെയും സുഗന്ധമായി കാണുന്നവർ, നാറുന്നതും മണക്കുന്നതും അറിയാത്തവർ, ജനവികാരം കണ്ടില്ലെന്ന് നടിക്കുന്നവർ എല്ലാം ഇവിടെ കൊണ്ട് തീരുന്നു എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അല്പമെങ്കിലും ഇന്ത്യയിൽ അവശേഷിക്കുന്നത് പോലും നഷ്ടപ്പെടും. ഇത് പക്ഷം പറച്ചിലായി കാണേണ്ട. വിശക്കുന്നവന്റെ, വിയർക്കുന്നവന്റെ, പണിയെടുക്കുന്നവന്റെ, ഈ മഹാപ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവന്റെ, ജനാധിപത്യത്തിൽ മാറിയും മറിഞ്ഞും പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളുടെ ഹൃദയവികാരം പങ്കുവച്ചു എന്ന് മാത്രം. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖമില്ല. നേടിയതെന്ന് നാം സ്വയം കരുതുന്നതൊന്നും നാം കൊണ്ടുവന്നതല്ലല്ലോ, നാം ഒറ്റയ്ക്ക് നേടിയതും അല്ലല്ലോ. അതൊരു പോസ്റ്റാണ്, അതൊരു നിലപാടാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ UDF 102 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പരസ്പരം പോരടിക്കുന്നതും സമരവും മുദ്രാവാക്യങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്നതും പ്രതിഷേധങ്ങളുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ആ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊരു നിലപാടാണ്. ഇനിയും ഈ പാർട്ടി ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു നട്ടലുള്ള നേതാവിന്റെ നിലപാടാണ് CR മഹേഷിന്റെ നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. ജനവികാരം എന്താണോ അതിന്റെ കൂടെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പയ്യന്നൂരാണെങ്കിലും CPM കോട്ടകൾ 50,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന കോട്ടകൾ, 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്ന കോട്ടകൾ, ആ കോട്ടകളൊക്കെ ഇന്ന് എവിടെ പോയി? CPM ഏറ്റവും വലിയ സംഘടനയായ CPM ഇന്ന് 35 സീറ്റുകളിലേക്ക് ആ LDF പാർട്ടി മുഴുവൻ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് അവർക്ക് അത് ഉണ്ടായത്? അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടതുണ്ട്. ആ നിലപാടിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. സ്വന്തം പല്ലിട കുത്തി മണപ്പിച്ച് അത് സുഗന്ധമായി കൊണ്ടു നടക്കുന്ന ചിലരുണ്ട്. ഇപ്പോൾ UDFനെ സംബന്ധിച്ച് UDFിൻ്റെതായിട്ടുള്ള അതായത് മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. ആ അവകാശങ്ങൾ ആ പാർട്ടിക്ക് കൊടുക്കണം, അതിന്റെ സിസ്റ്റമാറ്റിക് വഴിയിലേക്ക് കൊടുക്കണം. പക്ഷേ അനുയായികളെ പറഞ്ഞു വിട്ട്, അനുയായികളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഈ പോർവിളി അവസാനം റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു ജനവികാരത്തെ ആളിക്കത്തിക്കലുണ്ടല്ലോ. KCയും RCയും VDയും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കലഹം, ആ കലഹത്തെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് കൃത്യമാണ്. ഇന്ന് 102 സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. പലർക്കും പല വലിയ ഭൂരിപക്ഷങ്ങളൊക്കെ ഉണ്ട്, 50,000 60,000 ഭൂരിപക്ഷങ്ങളെ. ഈ ഭൂരിപക്ഷങ്ങൾ നാളെയും നിലനിൽക്കണമെങ്കിൽ നിലപാടുകൾ ഉണ്ടായേ തീരും. രാവിലെ ഈ നേതൃനിരയിൽ നടക്കുന്ന ഇത്തരം തർക്കങ്ങൾ, ഈ അതായത് ഇപ്പോൾ MLA ആണെങ്കിലും അദ്ദേഹം അത്ര ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു മീഡിയം ലെവലിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ പോലൊരു MLAക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരു നേതാവിന് ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ തമ്മിലടികൾ ഇത്രയധികം മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് CR മഹേഷ് എന്ന് പറയുന്ന നേതാവിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹം മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു നേതാവാണെന്ന്. കേരള രാഷ്ട്രീയത്തിൽ 140 മണ്ഡലങ്ങളുടെയും ആളുകളുണ്ടല്ലോ. CPM ആണെങ്കിലും LDFന്റെ ആണെങ്കിലും UDFന്റെ ആണെങ്കിലും ഈ നേതാക്കന്മാർ കണ്ടു പഠിക്കണമെന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ വാതോരാതെ പറയുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് CR മഹേഷാണ്. എങ്ങനെയാണ് കരുനാഗപ്പള്ളി പോലൊരു കോട്ട, CPM ഏറ്റവും വലിയ കോട്ടയായിരുന്നു കരുനാഗപ്പള്ളി, ആ കോട്ട പൊളിച്ച് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ 50,000-ൽ പരം ഭൂരിപക്ഷത്തിൽ CR മഹേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് വിജയിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിക്ക്, കോട്ടയാണ് CPM ഏറ്റവും വലിയ കോട്ട. ഇന്നേ വരെ കോൺഗ്രസ്സുകാർക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്ത കോട്ട. അവിടെ നിന്ന് തോറ്റതിനു ശേഷം ആ മണ്ഡലം വിടാതെ ആ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും
ഓരോ മനുഷ്യരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒത്തുചേർന്ന് ഓരോ മരണ വീട്ടിലും ഉത്സവപ്പറമ്പിലും കല്യാണ വീട്ടിലും ചെല്ലാൻ കഴിയുന്നിടത്തെല്ലാം ഇറങ്ങിച്ചെന്ന് മനുഷ്യന്റെ അടിവേരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു CR മഹേഷിനെ കണ്ടു പഠിക്കണമെന്നാണ് കേരള രാഷ്ട്രീയം നമ്മളെ ഓർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കേരളം മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയായിരുന്നു ആ നേതാവ്. ആ നേതാവിന് അതെല്ലാം കഴിയൂ എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. CR മഹേഷിനെ പോലൊരു നേതാവ് ഈ കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് കേരളത്തിൽ കൊള്ളേണ്ട ഇടങ്ങളിൽ തന്നെ കൊണ്ടു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൊള്ളേണ്ട ഇടങ്ങളിൽ തന്നെ കൊള്ളും. കാരണം ഇതൊന്നും ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസാന വാക്കില് ആ ഒരു വരിയുണ്ട്. ആ വരിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഇതിനകത്ത് നേടിയതെന്ന് നാം സ്വയം കരുതുന്നതൊന്നും നാം കൊണ്ടുവന്നതല്ലല്ലോ, നാം ഒറ്റയ്ക്ക് നേടിയെടുത്തതുമല്ലല്ലോ. അതായത് ഇതൊന്നും നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങളല്ല, ഇതൊന്നും നമ്മൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതുമല്ല. കാലാകാലങ്ങളായിട്ട് ഈ നിലപാടുകൾ കൊണ്ട് നേടിയെടുത്തതാണ്. നമുക്ക് മുന്നേ പോയ ഒരുപാട് പേർ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്വാതന്ത്ര്യമാണെങ്കിലും ഈ ഭരണ സംവിധാനങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും. ഈ പാർട്ടി പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു വലിയ പാർട്ടിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ഒരു പാർട്ടിയാണ്. ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഉണ്ടാക്കിയത് വേണമെങ്കിൽ ആ പാർട്ടിയാണ് എന്ന് പറയാം. അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ അസ്തിത്വം അതായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യ സമര കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും ഈ പാർട്ടി എങ്ങുമില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP സ്വപ്നം കാണുമ്പോൾ പോലും ഏതൊരു സംസ്ഥാനത്തിന്റെയും ഏതൊരു കോണിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ പോയാൽ പോലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ കാണാൻ കഴിയും, ഏതെങ്കിലും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനെ കാണാൻ കഴിയും. അതാണ് ഈ പാർട്ടിയുടെ മൂല്യം. ഈ പാർട്ടി ഇന്നില്ല, നാളെയില്ല, 10 വർഷങ്ങളിൽ അധികാരമില്ല, 15 വർഷം അധികാരമില്ല, 20 വർഷം അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ഈ പാർട്ടി ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി എപ്പോഴും പറയുന്ന ഒരു ആക്ഷേപമാണ് 10 വർഷത്തിൽ കൂടുതൽ അധികാരമില്ലെങ്കിൽ ആ സംസ്ഥാനത്ത് പിന്നീട് ആ പാർട്ടി ഇല്ല എന്ന് പറയുന്നത്. ത്രിപുരയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും നമ്മൾ കണ്ടതാണ് ആ പാർട്ടി ഇല്ലാതായി പോകുന്ന ഒരു ചരിത്രം. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 20 വർഷം കഴിഞ്ഞിട്ടും ആ പാർട്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ആ പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും ഒഴിവാക്കി കളയാൻ കഴിയുന്ന ഒന്നല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പഞ്ചവത്സര പദ്ധതികൾ തൊട്ട് ഇങ്ങോട്ട് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടൊരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയെ ഇന്ന് തെരുവിൽ പിച്ച് ചീന്തുന്ന കാണുമ്പോൾ ഹൃദയത്തിൽ ആ ഒരു പാർട്ടിയെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വികാരമുള്ള ഓരോ മനുഷ്യനും നോവും. ഒരു പാർട്ടിയാണ്, വലിയൊരു വിജയമാണ് കിട്ടിയത്. ആ വലിയ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ആ പാർട്ടിയെ തന്നെ തെരുവിൽ കൊണ്ടുവന്ന് പിച്ച് ചീന്തുന്ന കാണുമ്പോൾ ഹൃദയം കൊണ്ട് വേദന എടുക്കും. ഒരു സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് അണികളുണ്ടല്ലോ, ഇതിന്റെ പുറകെ നടക്കുന്ന ഒന്നും വേണ്ടാത്ത തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം എടുത്ത് പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുന്ന പണമുണ്ടല്ലോ, അങ്ങനെ ചെലവഴിക്കുന്ന അണികളുണ്ട്. ആ അണികൾക്കുണ്ടാകുന്ന വേദനയുണ്ട്. അതിന്റെ 100 മടങ്ങായിരിക്കും ഇതിന്റെ സ്പിരിറ്റുമായിട്ട് നടക്കുന്ന ആളുകൾക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിയെ തെരുവിലിട്ട് പിച്ച് ചീന്തുകയാണ് KC-ക്കും RC-ക്കും VD-ക്കും വേണ്ടിയിട്ട്. അപ്പോൾ നേതാക്കളുടെ കുറവല്ല ഈ പാർട്ടിക്കുള്ളത്, നേതാക്കൾ ഒരുപാടുണ്ട്. എല്ലാ നേതാക്കൾക്കും ഈ വിജയത്തിൽ പങ്കുണ്ട്. പക്ഷെ അത് പരിഹരിക്കേണ്ട വിധം സ്വന്തം അണികളെ, സ്വന്തം സംവിധാനങ്ങളെ, സ്വന്തം PR വർക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അഴിച്ചുവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹ്യ മാധ്യമങ്ങളുടെ അടിവെക്കുകയല്ല വേണ്ടത്. കൃത്യമായി പരിഹരിച്ച് ഈ സമയത്ത് അവർക്കറിയാം കേരളത്തിൽ മുഴുവൻ അത് വലിയ വിഷയമായി തരംഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മറുമരുന്ന് കൊടുക്കണമെന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ചർച്ചകൾ ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വന്തം പല്ലിട കുത്തി മണപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷിപ്പ് പറയാതെ പാർട്ടി വിജയിച്ചതാണ്. ആ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, ആ വിജയം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുഖ്യമന്ത്രി വരാത്തത് കൊണ്ടാണ്. അതിനുള്ള അവസരം ഈ പാർട്ടി ഒരുക്കി കൊടുക്കുന്നത്.